ദേശീയ ഗുസ്തി ഫെഡറേഷൻ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് കേന്ദ്ര കായിക മന്ത്രാലയം. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. വിശദാംശങ്ങളുമായി അതുല്യ KR ചേരുന്നു. അതുല്യ, സാക്ഷി മാലിക് അടക്കമുള്ളവർ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ അർത്ഥത്തിൽ കായിക താരങ്ങളെ അലോസരപ്പെടുത്തുന്ന രീതി, ഈ കായിക വൃത്തികൾ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന പ്രഖ്യാപനങ്ങളിലേക്ക് പോയത്. ഇതിനൊക്കെ തുടർച്ചയായിട്ടാണ് ബ്രിജ്ഭൂഷണ് തിരിച്ചടിയായി ഇത്തരത്തിൽ കായിക മന്ത്രാലയത്തിന് തീരുമാനമെടുക്കേണ്ടി വന്നത്. അതുല്യ, നിലവിൽ ഗുസ്തി ഫെഡറേഷൻ ഇലക്ഷനു ശേഷം ഇലക്ഷൻ നടന്ന് പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതിന് മണിക്കൂറുകൾക്കു ശേഷം തന്നെ ഇനി നടക്കാനിരിക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൻ്റെ സ്ഥലവും വേദിയും പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം അവസാനത്തോടുകൂടി, ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ ഉത്തർപ്രദേശിലെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ അടക്കം സ്ഥലമായ ഗോണ്ടയിലെ നന്ദിനി നഗറിൽ അണ്ടർ 15, അണ്ടർ 20 എന്നീ മത്സരങ്ങൾ നടക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് ഗുസ്തി ഫെഡറേഷൻ്റെ ഭരണഘടനയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് എന്ന് കണ്ടുകൊണ്ടായിരുന്നു ഇപ്പോൾ കായിക മന്ത്രാലയത്തിൻ്റെ നടപടി. ഈ ഗുസ്തി ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയായ പ്രേംചന്ദ് ലൊക്കാബെ ഇതിനെതിരെ പരാതി നൽകിയിരുന്നു. അതായത് ജനറൽ സെക്രട്ടറിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇത്തരത്തിൽ വേദി നിശ്ചയിച്ചതെന്നും ഇത്ര തിടുക്കത്തിൽ മത്സരത്തിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചത് എന്നും കാണിച്ചുകൊണ്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും അതുപോലെ തന്നെ കായിക മന്ത്രാലയത്തിനും ജനറൽ സെക്രട്ടറിയായ പ്രേംചന്ദ് പരാതി നൽകിയിരുന്നു. ഇതിൽ പറയുന്നത് ഒരു ഇലക്ഷന് ശേഷം പുതിയ ബോഡി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ദേശീയ മത്സരങ്ങൾ നടത്തുന്നതിനായി താരങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകേണ്ടതുണ്ട്. അതുമാത്രമല്ല, വേദി എവിടെ മത്സരം നടക്കണം എന്നത് തീരുമാനിക്കേണ്ടത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 15 ദിവസത്തെ നോട്ടീസ് മുൻകൂറായി നൽകേണ്ടതുണ്ട്. ഏറ്റവും അടിയന്തര ഘട്ടങ്ങളിലാണെങ്കിൽ പോലും 7 ദിവസം മുൻപെങ്കിലും അറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇതൊന്നും പാലിക്കാതെ ഇലക്ഷൻ നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഈ ദേശീയ ചാമ്പ്യൻഷിപ്പിൻ്റെ തീയതിയും വേദിയും പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇത് ഭരണഘടനയെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കായിക മന്ത്രാലയം ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അജിംഷാദ്. തീർച്ചയായും. അത് മാത്രമല്ല, ഈ ജനാധിപത്യത്തിലൂടെയാണ് തിരഞ്ഞെടുത്തത്. ബ്രിജ്ഭൂഷന്റെ അനുയായി വന്നതിന് എന്നൊക്കെയായിരുന്നു ആദ്യം സംഘപരിവാർ കേന്ദ്രങ്ങൾ കേരളത്തിലടക്കം ഇതേ സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നത്. പക്ഷേ അതിനുകൂടിയുള്ള ഒരു തിരിച്ചടിയാണ് എന്നത് ഒരുപക്ഷെ കായിക മന്ത്രാലയത്തിന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ നിർബന്ധമായ സാഹചര്യമുണ്ട്. കായിക താരങ്ങളുടെ പ്രതിഷേധം മാത്രമല്ല, അതിനോടുള്ള ജനപിന്തുണ കൂടി, കായിക താരങ്ങൾക്കുള്ള ജനപിന്തുണ കൂടി ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. അതുല്യ, അതെ, കായിക താരങ്ങൾക്കുള്ള പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അലയടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫെഡറേഷനുള്ളിൽ നിന്ന് തന്നെയുള്ള പരാതികൾ വന്നതും കായിക മന്ത്രാലയത്തെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതിന് നിർബന്ധിതമാക്കിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെയാണ് ഇത്തരത്തിൽ തീയതിയും വേദിയും പ്രഖ്യാപിച്ചത് എന്നതിൽ നിന്നും വളരെ നഗ്നമായ രീതിയിൽ തന്നെ ഈ ചട്ടലംഘനങ്ങൾ പുറത്തു വരികയാണ് ഉണ്ടായത്. അതോടുകൂടി കായിക മന്ത്രാലയം തന്നെ പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്, ഇത്തരത്തിൽ ഒരു ജനറൽ സെക്രട്ടറിയുടെയോ കൃത്യമായ മിനിറ്റുകൾ സൂക്ഷിക്കാതെയുള്ള യോഗങ്ങളുടെയോ എല്ലാം പശ്ചാത്തലത്തിൽ വ്യക്തമാകുന്നത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും പഴയ ഭാരവാഹികളുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു എന്ന് കായിക മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇതിൽ നിന്നും മൊത്തം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ സംഘടനകളിൽ നിന്നുമുള്ള വ്യക്തമായ ജനപിന്തുണയോടൊപ്പം തന്നെ ഫെഡറേഷനുള്ളിൽ നിന്നുള്ള പരാതികളും കൂടി കായിക മന്ത്രാലയത്തെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. അജിംഷാദ്. ശരി, അതുല്യാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് മണ്ണിടിഞ്ഞ അപകടം. മണ്ണിനടിയിൽപ്പെട്ട ഒരാളെ പുറത്തെടുക്കുകയാണ്. മറ്റൊരാൾക്കായി രക്ഷാപ്രവർത്തനം തുടരുന്നു. ഡ്രെയിനേജിന് മണ്ണെടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സൂര്യഗായത്രി, എങ്ങനെയായിരുന്നു സംഭവം? എന്താണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇപ്പോഴത്തെ വിവരങ്ങൾ?